നമുക്കിതിന് മുന്നേ ചൂട് കൂടുമ്പോൾ പാമ്പ് വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കാരണം സാറേ, ഇപ്പോൾ നമുക്ക് 35-36 ഡിഗ്രി ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത്. 38 വരെ പോയിട്ട് കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. അന്നൊന്നും പാമ്പ് കടിയില്ല, പാമ്പിനെ കണ്ട വാർത്തകളില്ല, ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് പാമ്പിൻ്റെ സാന്നിധ്യം കൂടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാനിപ്പോൾ ചെറിയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ പോകുന്നു, എന്നെ വിളിച്ച് അവിടെ എത്തുന്നതിന് മുന്നേ പറയുന്നു വേറെ ആരോ ഒന്ന് പിടിച്ചിട്ട്, ആളാരെന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ പള്ളിപ്പുറത്ത് നമ്മുടെ എന്താ പറയുക, ഇവിടെ നിന്ന് നമ്മൾ ആറ്റിങ്ങിൽ പോകുന്നു. അപ്പോൾ അവരൊന്ന് അത് പുതിയൊരു പേര് ഇന്ന ആളൊന്ന് പിടിച്ചിട്ട് പോയി, അത് അങ്ങോട്ട് കൊണ്ടുപോയി അവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് വിടുന്നത്. അങ്ങനെ ഇപ്പോൾ പാരിപ്പള്ളിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര ഇനി നമ്മൾ ചിലപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ പാമ്പ് പിടുത്ത കാരണം ഇപ്പോൾ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർക്ക് അറിയും. പിടിച്ചുകൊണ്ട് വന്ന പാമ്പുകളെ കൃത്യമായിട്ട് നമ്മൾ ഇത് എന്താ പറയുക, റിലീസിങ് എന്ന് പറഞ്ഞ സാധനം പോളിസി ഉണ്ടാവണം. അതില്ല. അപ്പോൾ ഈ പിടിക്കുന്ന ആൾക്കാർ എവിടെ കൊണ്ടുവിടുന്നത്, ആരാണ് എന്നൊരു ഒരു ഐഡിയ ആർക്കും ഇല്ല. അപ്പോൾ ഈ പിടിക്കുന്ന പാമ്പുകളെ തുറന്നു വിടുന്ന ഒരുപാട് പരാതികൾ നമ്മുടെ നാട്ടിലുണ്ട്, പരക്കെയുണ്ട്. അപ്പോൾ കരിക്കാത്ത ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ കൊണ്ട് തുറന്നു വിടുക, ആറ്റിൻ്റെ അവിടെ കൊണ്ടുള്ള വൈപ്പാത്തി കൊണ്ടുവിടുക, ഇങ്ങനെ കേരളം മുഴുവൻ വാർത്തയുണ്ട്. ഒരിക്കലും ഇത് പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ ഉൾക്കൊണ്ട് വന്നൊരു സാധനം. അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി കാണാറില്ല, കാട്ടിലേക്ക് കൊണ്ടുവിടുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൊണ്ടിട്ടാൽ ഇത് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പുറത്തേക്ക് ആകുമ്പോൾ ഒരു പുതിയൊരു പാമ്പിനെ പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ട് വിടുമ്പോൾ ഇവർക്ക് ആ സ്ഥലമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 2 ദിവസമൊക്കെ എടുത്ത്, ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കൂട്ടിനകത്താണ്. പുറത്തൊരു സ്ഥലമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ 2 ദിവസം 3 ദിവസം. അപ്പോൾ ഇതിങ്ങനെ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും വീണ്ടും വാല് തുറന്നിറങ്ങില്ല, അതിനകത്തും കയറുന്നു, അല്ലെങ്കിൽ ജനൽ തുറന്നിരുന്ന ജനലിൽ കൂടെ കയറാൻ സാധ്യതയില്ല. ഇപ്പോൾ കാർ ഷെഡാണെങ്കിൽ അവിടെ കയറുന്നു, കാറിനകത്ത് ഇങ്ങനെയൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ചൂട് കൂടുമ്പോഴത്തേക്ക് കൂടുന്നു എന്ന് പറയും, പാമ്പ് കടി കൂടുന്നു. അതായത് ഈ പാമ്പിനെ പിടിക്കാനായി ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണ് അല്ലേ? ആരെങ്കിലും മേഖലയിൽ പരിചയം വേണമെന്നൊന്നുമില്ല, ആളുകൾക്ക് കിട്ടുന്ന ഒരു നമ്പറിലങ്ങ് വിളിച്ചിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചുള്ള കാര്യം, നമുക്കിപ്പോൾ വനംവകുപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുത്തതിൽ ഇപ്പോൾ അറിയപ്പെടുന്ന കുറേ ആൾക്കാർ വനംവകുപ്പ് പിടിക്കുന്ന പാമ്പുകളെ കൃത്യമായിട്ട് അവർ ഇന്ന സ്ഥലത്ത് പിടിച്ച് ഉൾക്കാട്ടിലേക്ക് വിടുന്നു. അപ്പോൾ അവർക്കതൊരു കണക്കുണ്ട്. അവർ വണ്ടിയിൽ ഇപ്പോൾ RRTP പിടിക്കുന്ന വണ്ടിയിൽ പോകുന്ന സാധനങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യുന്ന കണക്ക്, ഇതെല്ലാം അവർക്ക് ബുക്കുകൾ. പക്ഷേ പുറത്ത് ഈ ട്രെയിനിങ് നിലയിൽ കുറേ ആൾക്കാരുണ്ട്. അവർ ഒരിക്കലും പ്രത്യക്ഷത്തിൽ വരുന്നില്ല. അവർ ആദ്യത്തെ ഒരു ദിവസം വന്ന് പാമ്പിനെ തൊട്ട് തലോടി അങ്ങ് പോവുകയാണ്. പിന്നെ അവർ ഇതിലൊന്നുമില്ല. പിന്നെ അവർക്കൊരു ഇതുമായിട്ടൊരു വനംവകുപ്പായിട്ട് ബന്ധമില്ല, ഈ ടീമുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇവർ പോയിട്ട് 1000 രൂപ 2000, 3000, 4000 രൂപ വാങ്ങിച്ച് പിടിക്കുന്ന പണം വാങ്ങിയാണ്. പിന്നെ എത്ര കേസിൽ സാധനമാണ്. അപ്പോൾ ആക്കുളത്ത് പുലിയനാക്കോട്ടയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുലിയനാക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ വന്ന് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് ഒരു പാമ്പ് പിടിച്ചിട്ട് 5500 രൂപ ചോദിച്ച് 4000 രൂപ ഒരു കൊടുത്തു. വീട്ടുകാരൊക്കെ പെട്ടെന്ന് ഈ ഭീതി കൊടുക്കും, ആരെങ്കിലും വിളിക്കും. ഇപ്പോൾ ഈ ആരാണ് ഇപ്പോൾ വന്നെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആരും ഇന്ന ആളൊക്കെ ചെറിയ പാമ്പിനെ കൈകാര്യം ചെയ്യും. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾക്ക് ഈ റോഡിൽ ധാരാളം പല സ്ഥലത്ത് റിലീസ് ചെയ്യുന്നു, ഒഴിഞ്ഞ പറമ്പുകൾ വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് തരത്തിൽ പാമ്പിൻ്റെ എണ്ണം കൂടിയിട്ടില്ല. അല്ലാതെ പാമ്പ് അല്ലാതെ ഒന്നും കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ചൂട് കൂടുമ്പോൾ പാമ്പ് വരുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മണ്ടത്തിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാതിരിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പം സാറിനറിയില്ല, ഏത് വീട്ടിൽ പോയാലും ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ 4.5 സെൻറ്റ് വീടാണെങ്കിൽ ബാക്കി പുറകിൽ അല്പം പറമ്പേ ഉണ്ടല്ലോ, വീട്ടിൽ മുറ്റത്ത് മുഴുവൻ ചെടിച്ചട്ടികൾ ഇങ്ങനെ അടുക്കി വയ്ക്കുന്നു. ചെടിച്ചട്ടി എന്നിട്ട് ആ ചെടി ഇങ്ങനെ പടന്ന് കിടക്കുന്നു. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം ചെടി വെക്കണ്ടെന്ന് പറയുന്നില്ല, നിശ്ചിത ഒരടിയോ 2 അടിയോ അകലത്തിൽ ചട്ടികൾ വെക്കുക. അപ്പോൾ ഒരു സാധനങ്ങളും ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ പടന്ന് കിടക്കുന്ന ചട്ടികൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് വിടാം. ഇതൊന്നും ആരും ചെയ്യാറില്ല. നമ്മൾ തന്നെയാണ് വീട്ടിലേക്ക് പാമ്പിനെ ആകർഷിക്കുന്നത്. പിന്നെ ഇഷ്ടിക വെച്ചിട്ട് പാമ്പിനെ ചട്ടി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ഇതിനിടയ്ക്ക് കുഞ്ഞ് അതിൽ വന്നിരിക്കും. പിന്നെ അത് നമ്മൾ സിമെൻറ്റ് ബ്ലോക്ക് താബൂക്കിൻ്റെ ഹോളുണ്ടാവും. ഹോളിനകത്ത് തവള ഇരിക്കും. അത് 2-3 ഹോളായിരിക്കും താബൂക്കിനകത്ത്. അപ്പോൾ ഒരു പാമ്പ് വന്ന് കുഞ്ഞത്തെ പാമ്പ് വന്നൊരു തവളയെ പിടിച്ചിട്ട് അവൻ അതിനകത്ത് അങ്ങ് ഇരിക്കും. അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് അവന് ഫുഡ് മതി. അടുത്ത തവള ഇപ്പുറത്തെ മാളത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡ് അവന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ചെടികൾ വെക്കുന്നത് പരമാവധി നമ്മുടെ അമ്മമാർ അകലത്തിൽ വെക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നിർബന്ധമായിട്ട് സാറിന് അറിയില്ല, ഇപ്പോൾ നമ്മളെ എന്താ പറയുക, തെരുവ് ഡോഗിനെ സ്നേഹിക്കുന്നവരുണ്ട്, തെരുവ് പൂച്ചയെ സ്നേഹിക്കുന്നവരുണ്ട്, പക്ഷികളെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ തെരുവ് നായ്ക്കൾക്കൊക്കെ വേനൽക്കാലത്ത് തെരുവ് പൂച്ചയ്ക്ക് വീട്ടിൻ്റെ പറമ്പിലോ വീട്ടിനോട് ചേർന്ന് വെള്ളം വെച്ച് കൊടുക്കാതിരിക്കുക. പാമ്പുകൾക്ക് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്. അപ്പോൾ വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അടുത്ത പറമ്പിലോട്ടോ കുറച്ച് ദൂരോട്ടോ വെക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.